ആവശ്യമുള്ളവർ, ആഗ്രഹമുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ അവർ ഈ സന്ദേശങ്ങൾ കേട്ട് യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ച് ദൈവകൽപ്പനകളെ പ്രമാണിച്ച് ദൈവസഭകളോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് ജീവിച്ചാൽ ആ യുഗായുഗം വാഴുന്നതായ ഒരു സുദിനമുണ്ട്. വിശുദ്ധ ബൈബിൾ തെസ്സലോനിക്യ ലേഖനം 4-ാം അധ്യായം വിളിച്ചവർ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്നവരായി നാം രൂപാന്തരപ്പെട്ട് കർത്താവിനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആ വരവിന്റെ ധ്വനി കേട്ടുകൊണ്ടിരിക്കുക. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ആരെ നേടുവാൻ, ആരെ കൊണ്ടുപോകുവാൻ? തന്നിൽ വിശ്വസിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവകൽപ്പന പ്രമാണിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു മേഘാരുളനായി വരാൻ പോകുകയാണ്. അതിന്റെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കുന്നു. യുദ്ധങ്ങളും ഭൂകമ്പങ്ങളും അവിടെ ഇവിടെയായി ഉണ്ടാകുന്നു. അമേൻ. രാജ്യം കെട്ടിപ്പടിക്കുവാൻ, അമേൻ, ഒരു പ്രത്യാശാസത്തെ ഉറപ്പിക്കുവാൻ ജനം വെമ്പൽ കൊണ്ടുമ്പോൾ, നേതാക്കന്മാർ വെമ്പൽ കൊള്ളുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു അവൻ വേഗം വരുന്നു. യേശുവിനെ എതിരേൽപ്പാൻ ഇന്ന് പകൽക്കാലം എതിരേൽപ്പാൻ ഒരുക്കിക്കൊള്ളുക. ഹല്ലേലൂയ. പ്രിയ ശ്രോതാവേ, ഇന്ന് പകൽക്കാലം ഈ സന്ദേശം നിന്റെ കാതുകളിൽ എത്തിയപ്പോൾ ഇന്ന് നീ ഒരിക്കൽ കൂടി ദൈവം കേട്ടല്ലോ. രക്ഷിതാവ് അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. വാഹനം ഓടിക്കുന്നവരും വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരും കവലകളിൽ നിൽക്കുന്നവരും ഓട്ടോറിക്ഷകളിലും സ്കൂട്ടറുകളിലും നിൽക്കുന്ന പ്രിയ സ്നേഹിത, ഇന്ന് നിന്റെ ജീവനെ അവൻ ചോദിച്ചാൽ നിന്റെ നിത്യത എവിടെ ചെലവഴിക്കും? ഇന്ന് പകൽക്കാലം നിന്റെ നിത്യത സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ആയിരിക്കണമെങ്കിൽ, അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ യേശുവിനെ നിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവകൽപ്പനകളെ പ്രമാണിച്ച് വിശ്വസിച്ച് നീ ജീവിക്കുന്നുവെങ്കിൽ വിശുദ്ധ ബൈബിൾ പറയുന്നത് നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് പകൽക്കാലം നിന്റെ കുടുംബത്തിന്റെ രക്ഷ വേണോ? നിനക്ക് രക്ഷ വേണോ? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം. ഇത് ഞങ്ങളുടെ സന്ദേശമാണ്. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കാളച്ചന്തയ്ക്കടുത്ത് ചർച്ച് ഓഫ് ദ നാസറീൻ ഗ്രേസ് ചർച്ച് എന്ന് പറഞ്ഞ ചർച്ച് അവിടെയുണ്ട്. അവിടുത്തെ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ജോസ് ഡേവിഡ്, അവിടെ അനേക ദൈവദാസന്മാരുമുണ്ട്. ഏത് സമയവും നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമായ ദൈവീയ ആലോചനകൾ, അവർ വചനത്തിന്റെ ആധികാരികതകൾ അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അവർ ഈ സമൂഹത്തിൽ നശിച്ചു പോകുവാനല്ല, നിന്റെ ആത്മാവിന്റെ വില മുഴു ലോകത്തെയും വലുതാകുകയാണ്. ഇന്ന് പകൽക്കാലം ആ ആത്മാവിനെ നേടുവാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ സന്ദേശം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.